US ഇറാൻ ചർച്ചകളിൽ എന്തു തന്നെ സംഭവിച്ചാലും ഇറാൻ ആണവായുധ രാഷ്ട്രമായി നിലനിർത്താൻ അനുവദിക്കില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. താൻ ഇസ്രയേൽ പ്രധാനമന്ത്രിയായി തുടരുന്നിടത്തോളം കാലം ഇറാനെ ആണവായുധ ശേഷിയാകാൻ അനുവദിക്കില്ലെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ആദ്യം പ്രതികരണത്തിലേക്ക്. No matter what happens in the talks, with an agreement, without an agreement, I pledge to you that Iran, as long as I'm Prime Minister, will never have a nuclear weapon. Never. As long as I am the Prime Minister of Israel, I will not let that happen. And I said something else about Lebanon. I said, and I repeated here a few minutes ago, as long as we need to protect our people, we will remain in the security zone in South Lebanon. And the reason is perfectly understood. No country would be asked to do otherwise. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഐസൺ. അമേരിക്ക നിലപാട് വളരെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ആണവ നിരായുധീകരണത്തിൽ കുറഞ്ഞൊന്നും തന്നെ അമേരിക്ക പ്രതീക്ഷിക്കുന്നില്ല. ഇതിനിടെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം വരുന്നത്. ഒരു കാരണവശാലും ഇറാനെ ആണവായുധ ശേഷിയാക്കാൻ അനുവദിക്കില്ല, അതിന് എന്ത് തന്നെ ചെയ്യേണ്ടി വന്നാലും എന്നുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആ ഒരു പ്രസ്താവന വളരെ ഒരു നിർണായകമല്ലേ ഈ ഘട്ടത്തിൽ? അശ്വതി, തീർത്തും നിർണായകമായ അല്ലെങ്കിൽ അതീവ ഗൗരവമേറിയ ഒരു പ്രസ്താവനയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം വളരെ കൃത്യമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു പ്രസ് ഫോറത്തിൻ്റെ പരിപാടിയിൽ, ഒരു ജേർണലിസ്റ്റ് ഫോറത്തിൻ്റെയൊക്കെ പരിപാടിയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ നിലപാടുണ്ടായിരിക്കുന്നത് എന്നതും കൃത്യമാണ്. ലോകത്തെ അറിയിക്കുക എന്ന നിലപാട് തന്നെയാണ് അദ്ദേഹം കൃത്യമായി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. അതിലാദ്യമായി അദ്ദേഹം പറയുന്നത്, താൻ പ്രധാനമന്ത്രിയായി, ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയായി തുടരുന്നിടത്തോളം കാലം ഇറാനെ ഒരു ആണവ രാജ്യമാകാൻ അനുവദിക്കില്ല എന്ന കൃത്യമായ നിലപാട് തന്നെയാണ് അദ്ദേഹം ആദ്യം പറഞ്ഞു വയ്ക്കുന്നത്. അത് ഏത് രീതിയിൽ എന്തൊക്കെ ചെയ്യേണ്ടി വന്നാലും, അമേരിക്കയുടെ എന്ത് നിലപാടുണ്ടായാലും, അമേരിക്ക ആണവ രാജ്യമാകാൻ ഇറാനെ അനുവദിച്ചാലും ഇല്ലെങ്കിലും അത്തരത്തിൽ അമേരിക്കയുമായുള്ള അമേരിക്കയുമായി ഒന്ന് സമരസപ്പെട്ടു പോകുന്നത് പോലും വേണ്ട എന്നുള്ള രീതിയിലുള്ള കടുത്ത നിലപാടാണ് അക്കാര്യത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് ഉറച്ച ശബ്ദത്തിൽ തന്നെ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു നിർണായക ഘടകം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്, അല്ലെങ്കിൽ ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്, ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരായ നീക്കങ്ങളിലും വിട്ടുവീഴ്ചയുണ്ടാകില്ല. ലെബനനിൽ തുടരുന്ന, അതായത് ഒരു ബഫർ സോൺ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആ മേഖലയിൽ, ലെബനൻ്റെ അതിർത്തിക്കുള്ളിൽ തന്നെ തുടരുന്ന ഇസ്രയേൽ സേനയെ പിൻവലിക്കുകയും ചെയ്യില്ല, ഹിസ്ബുള്ളയെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന ഉറച്ച നിലപാടും അദ്ദേഹം പറയുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും, അതായത് എന്താണോ അതീവ ഗൗരവമേറിയ ഒരു തർക്കവിഷയമായി മാറിയിരിക്കുന്നത്, ആ തർക്കവിഷയമായ കാര്യത്തിൽ കൃത്യമായൊരു നിലപാടാണ് ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ആദ്യത്തെ നിലപാട് എന്ന് പറയുന്നത്, ഇറാനെ ആണവായുധമാകാൻ അനുവദിക്കില്ല. അത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ ഇറാൻ്റെ പ്രോക്സികളെ വിട്ടുവീഴ്ചയില്ലാതെ നേരിടുമെന്ന നിലപാടാണ് ലെബനനിൽ സൈന്യത്തെ പിൻവലിക്കില്ല എന്ന് പറയുന്നതും. തീർച്ചയായും നേരത്തെ രാഖി സൂചിപ്പിച്ചതുപോലെ ഏറ്റവും നിർണായകമായൊരു നിലപാടാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതീവ ഗൗരവമേറിയ ഒരു സാഹചര്യം പശ്ചിമേഷ്യയിലുണ്ട് എന്നത് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഉറച്ച നിലപാട് തന്നെ ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് ഈ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് ഗൗരവകരമായ ഒരു സാഹചര്യം.